കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. സദ്ഗുരുഭ്യോ നമഃ. ശ്രീമദ്ഭാഗവതം ഏകാദശസ്കന്ധം അഷ്ടാദശോധ്യായ 18-ാമത്തെ അധ്യായം. വർണ്ണാശ്രമധർമ്മങ്ങളാണ് ഇവിടെ ഭഗവാൻ ഉദ്ധവന് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ അധ്യായത്തിൽ ബ്രഹ്മചാരിയുടെ ധർമ്മവും അതുമാതിരി ഗൃഹസ്ഥൻ്റെ ധർമ്മവും പ്രായേണ പറഞ്ഞു. ഇനി ഈ അധ്യായത്തിൽ വാനപ്രസ്ഥം, സന്യാസം, അതുമാതിരി അത്യാശ്രമികളുടെയൊക്കെ ധർമ്മങ്ങൾ പറയാൻ പോകണം. ശ്രീഭഗവാനുവാച വനം വിവിക്ഷു പുത്രേഷു ഭാര്യാമ്യസ്യ സഹൈവ വാ വനയേവ വസേൽ ശാന്ത തൃതീയം ഭാഗമായുഷ. അങ്ങനെ തൃതീയം ആയുസ്സിൻ്റെ ഒരു 3-ാമത്തെ ഭാഗമൊക്കെ ആകുമ്പോഴേക്കും, അതായത് ബാല്യം 6-7 വയസ്സ് വരെ ബാല്യകാലമാണ്. പിന്നെ 7 തൊട്ട് ഒരു 25 വയസ്സ് വരെ ആ ബ്രഹ്മചാരിയായിട്ട് വിദ്യാഭ്യാസം ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ഒരു 25 തൊട്ട് 50 വരെ ഗൃഹസ്ഥാശ്രമം, ആ വിവാഹം കഴിക്കുക, നല്ല സന്തതികളൊക്കെ ഉണ്ടാക്കുക. അവർക്കൊക്കെ വേണ്ട രീതിയിലാക്കി കഴിഞ്ഞാൽ ഒരു 50 തൊട്ട് 75 വരെയുള്ള കാലത്ത് ഇതിന്നെല്ലാം നിവർത്തിച്ച് കാട്ടിലേക്ക് പോകണം. അതെങ്ങനെയാണ്? വനം വിവിക്ഷു, വനത്തിൽ പോകാൻ ഇച്ഛിക്കുന്ന ആൾ എന്ത് ചെയ്യണം? ഭാര്യാം പുത്രേഷു ന്യസ്യ, ഒന്നില്ലെങ്കിൽ ഭാര്യയെ മക്കളെ ഏൽപ്പിച്ചു കൊടുക്കാം. ആ ഭാര്യയുടെ ഒക്കെ മേൽനോട്ടം മക്കൾക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിലോ ഭാര്യ തൻ്റെ കൂടെ വരാൻ ആണെന്ന് പറയുകച്ചാലോ ന്യസ്യ സഹൈവ വാ, അങ്ങനെയാണെച്ചാൽ അവളെയും കൂട്ടിക്കൊണ്ട് വനേവവസയിൽ ശാന്തനായിട്ട് ആ കാട്ടിൽ പോയിട്ട് താമസിക്കാൻ തുടങ്ങണമെന്ന് പറയുകയാണ്. ആയുസിൻ്റെ 3-ാമത്തെ ഭാഗം. അവിടെയോ കന്ദമൂല ഫലൈർ വന്യൈർ മേഘ്യൈർ വൃത്തിം പ്രകൽപ്പയൈർ വസീലവൽക്കലം വാസസ്തൃണവർണ്ണാജിനാനിജ. ആ കാട്ടിൽ നിന്ന് എന്താണ് കിട്ടുന്നത്? അതും മേഘ്യം, നല്ല പരിശുദ്ധങ്ങളായിട്ടുള്ള എന്താണ് കലത്തിൽ വല്ല വേരുകൾ, എന്തെങ്കിലും കായകൾ, കിഴങ്ങുകൾ, അങ്ങനെ കണ്ടല്ലോ. ഇങ്ങനെയുള്ള അതൊക്കെ എടുത്തുകൊണ്ട് വേണം ഭക്ഷണത്തെ കഴിക്കുക. ഒരിക്കലും ഈ മേധ്യ എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ്, മൃഗങ്ങളെ ഇന്ന് കൊന്നിട്ട് ഒന്നും തിന്നാൻ പാടില്ല. അഹിംസയ്ക്ക് കുറച്ച് പ്രാധാന്യമുണ്ട് ഈ വാനപ്രസ്ഥാശ്രമത്തിൽ. അതുകൊണ്ട് ചില പല പഴങ്ങളോ അല്ലെങ്കിൽ കായ്ക്കാനെങ്കിലോ ഉണ്ട് ചെയ്യാത്തിട്ട് വേണം ഭക്ഷിക്കാൻ. പിന്നെയോ മരത്തോലെ, അതുമാതിരി പുല്ല്, ഇലകൾ, കൃഷ്ണമൃഗത്തിൻ്റെ തോല, ഇതൊക്കെ എടുത്ത് വസ്ത്രമായിട്ട് ഉപയോഗിക്കണം. ഈ ഗുഹ്യപ്രദേശത്തെ മറയ്ക്കുക എന്നുള്ളത് ലോകമര്യാദ ആയതുകൊണ്ട് മാത്രം അതിനുവേണ്ടി മാത്രമേ വസ്ത്രം ഉപയോഗിക്കാൻ പാടൂ. കേശ രോമ നഖശ്മശ്രു മലാനി ബിഭ്രിയാൽ ദദ ധാവേൽ അപ്സു മജ്ജേത ത്രികാലം സ്തണ്ടിലേശയാ. അതുമാതിരി ക്ഷൗരം ചെയ്യാൻ നമ്മൾ താടിയും രോമങ്ങളും നഖങ്ങളും ഒന്നും മുറിക്കാനൊന്നും പാടില്ല. അതൊക്കെ അങ്ങനെ ഉണ്ടായിക്കോട്ടെ എന്ന് വെക്കുകയാണ്. ഈ പല്ല് തേപ്പിക്കും കൂടി അരുത്, പല്ല് വെളുപ്പിച്ച് തേപ്പിക്കുക, അതും കൂടി പാടില്ല എന്ന് പറഞ്ഞാലോ 3 സന്ധ്യകളിലും വെള്ളത്തിൽ മുങ്ങി കുളിക്കണം. എന്നിട്ടോ നിലത്ത് കിടക്കണം. സ്തണ്ടിലേശയാ ഗ്രീഷ്മേ തപ്യേത പഞ്ചാഗ്നി വൈഷാസ്വാസാരേ ആകണ്ഡമഗ്നശിശിര ഏവം വൃത്ത തപശ്ചരേ. ഈ കാട്ടിൽ പോകണം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ തപസ് അനുഷ്ഠിക്കാൻ വേണ്ടിയിട്ടാണ്. എന്താണ് ഈ തപസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ശരീരത്തിനെ പീഡനം ചെയ്യുക, എന്നിട്ട് ഈ ശരീരബോധം എന്നുള്ളത് മെല്ലെ മെല്ലെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്ത് ചെയ്യണം? നല്ല ഉഷ്ണകാലത്തിൽ 5 അഗ്നിയെ ചുറ്റും അഗ്നി കൂട്ടിയിട്ട് അതിൻ്റെ നടുക്ക് ഇരുന്നിട്ട് വേണം തപസ് ചെയ്യാൻ. പിന്നെ നല്ല മഴക്കാലം വർഷാസു ആസാരഷാട്ട്, വർഷം സഹിച്ചുകൊണ്ട് അതുമാതിരി ശിശിരെ തണുപ്പ് കാലത്തിൽ വെള്ളത്തിൽ കഴുത്ത് വരെ മുങ്ങിക്കൊണ്ട് ഇങ്ങനെയൊക്കെ വേണം. ഏവം വൃത്ത തവ ചരയിൽ, ഇങ്ങനെയൊക്കെയാണ് തപസ്സുകൾ ചെയ്യണതെന്ന് പറയുന്നത്. അതായത് തണുപ്പ് കാലത്ത് വീണ്ടും ശരീരത്തിന് തണുപ്പ് സഹിക്കുക, അതുമാതിരി വേനൽക്കാലത്ത് ചൂട് സഹിക്കുക. ഇതിനെ ശരീരത്തിനെ കൊണ്ട് എത്രത്തോളം തപിപ്പിക്കാൻ പറ്റും അതൊക്കെ പരിശ്രമിക്കണം. അഗ്നിവക്വം സമശ്നീയൽ കാലവക്വമധാവിവ ഉലൂകലാശ്മകുട്ടോവ ദന്തോലൂകലയേവവാ. ഈ കിഴങ്ങുന്നതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ തൽക്കാലം തീ കൂട്ടിയിട്ട് അതിൽ വേവിച്ചിട്ട് വേണമെങ്കിൽ കഴിക്കാം. അല്ലാന്നുണ്ടെങ്കിലോ കാലപക്വം, അതുകൊണ്ട് പഴുത്ത് വീണ് ഉണങ്ങി വീണുള്ള ഫലങ്ങൾ അത് കഴിക്കാം.
പിന്നെയോ ഉലൂകലാശ്മ ചെറിയ കല്ലോ എന്തെങ്കിലും കിട്ടിയിട്ട് അതിൽ കുത്തി പൊട്ടിച്ചിട്ട് അങ്ങനെ എന്തെങ്കിലും കഴിക്കാൻ കഴിച്ചാൽ അങ്ങനെയാവാം. ദന്തോലൂക അല്ലെങ്കിൽ പല്ലുകൊണ്ട് കടിച്ച് പൊട്ടിച്ച് തോടൊക്കെ കളഞ്ഞ് കഴിക്കാൻ പറ്റുക. അങ്ങനെയുള്ള എളുപ്പത്തിലുള്ള രീതിയിൽ വേണമെങ്കിൽ ഭക്ഷണത്തിന് വേണ്ടി കൊണ്ടുവരാനും ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ ആയിട്ട് അധികം പരിശ്രമിക്കരുത്. കാട്ടിൽ പോയാൽ എന്ന് പറയുകയാണ്. സ്വയം സഞ്ജിനുയൽ സർവം ആത്മനോ വൃത്തി കാരണം ദേശകാലബലാഭിജ്ഞോ നാദതീതാന്യതാഹൃതം. ആ ദേശത്തിൻ്റെയും കാലത്തിൻ്റെയും തൻ്റെ ബലമൊക്കെ അറിയുന്ന ആളായിട്ട് എന്ത് ചെയ്യണം? തൻ്റെ ആ ഉപജീവന സാധനത്തെ മുഴുവൻ താൻ തന്നെ ശേഖരിക്കണം എന്ന് പറയാൻ. എല്ലാവരും കൊണ്ടുവന്ന് കാട്ടിൽ താമസിക്കുമ്പോഴേക്കും വേറെ എവിടെയെങ്കിലും ഭക്ഷണം ഇങ്ങനെ കൊടുന്നു തരാം, അതുപോലെ ഇങ്ങനെ സുഖമായിട്ട് കഴിക്കുക, അങ്ങനെയില്ല. താൻ തന്നെ പോയി പറക്കി ഉണ്ടാക്കണം. ഈ കിഴങ്ങോ പഴമോ എന്തെങ്കിലും എടുത്തുകൊണ്ട് അത് ഉണ്ടാക്കിയിട്ട് തന്നെ താൻ ഉണ്ടാക്കിയിട്ട് കഴിക്കുക തന്നെ വേണമെന്ന് പറയുകയാണ്. പിന്നെയോ അന്നുണ്ടാക്കി അപ്പം കഴിക്കണം, അല്ലാണ്ട് വേറെ രാവിലെ തലേദിവസം ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് അന്ന് പകൽ കഴിക്കുക, അങ്ങനെ അല്ലെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് എടുത്ത് വയ്ക്കുക, ഇതൊന്നും പാടില്ല. അതാണ് വന്യൈശ്ചരുപുടോ പുരോടാശൈ നിർവവേൽ കാലജോതിതൻ നതു ശ്രൗതേന പശുനാ മാം യജേതവനാശ്രമീ. ആ കാട്ടിൽ നിന്ന് ഇങ്ങനെ ഇരിക്കുന്ന സമയത്തുണ്ടല്ലോ അവിടെ ഈ ഇതൊക്കെ ചെയ്യാം, അഗ്നിഹോമങ്ങളൊക്കെ ചെയ്യാം. ആ ഹവിസ് മുതലായ പദാർത്ഥങ്ങളെ കൊണ്ട് ഇതിൽ ആ ആൾക്കാരെ വരുന്ന അവരെയൊക്കെ സൽക്കരിക്കുകയൊക്കെ ചെയ്യാം. കാട്ടിലെ ഇങ്ങനെ കിട്ടിയിട്ടുള്ള കയ്യിലുള്ള തൻ്റെ വസ്തുക്കളെ കൊണ്ട് അതിഥികളെയൊക്കെ സ്വീകരിക്കുകയൊക്കെ ചെയ്യാം. വാനപ്രസ്ഥനാലോ ശ്രുതിയിൽ പറഞ്ഞിരിക്കുന്ന യാഗങ്ങളും വേണിച്ച് ചെയ്യാം. പക്ഷേ പശുഹത്യ എന്നുള്ളത് ചെയ്യാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ അഹിംസ നല്ലോണം പാലിച്ചുകൊണ്ടുള്ള ചെറിയ യജ്ഞങ്ങളുമൊക്കെ ചെയ്തുകൊണ്ട് കാട്ടിൽ കഴിഞ്ഞുകൂടാം. അഗ്നിഹോത്രം ച ദർശശ്ച പൂർണമാസശ്ച പൂർവവൻ ചാതുർമാസ്യാനി ച മുനീർ ആംനാദാനി ച നൈഗമൈ. ഇങ്ങനെ ആ ദിവസം ചെയ്യുന്ന അഗ്നിഹോത്രം, അതുമാതിരി ആ വാവ് സമയത്തൊക്കെ ചെയ്യുന്ന പിതൃതർപ്പണം, ഈ അതുമാതിരി നല്ല മാസ സംക്രമത്തിനൊക്കെ ചെയ്യുന്ന കർമ്മങ്ങൾ, ചാതുർമാസ്യം, അത് ഇങ്ങനത്തെല്ലാം പണ്ട് എങ്ങനെ ഗൃഹസ്ഥാശ്രമത്തിൽ ചെയ്തിരുന്നിരുന്നോ അതൊക്കെ വാനപ്രസ്ഥനും അതൊക്കെ ചെയ്യാമെന്ന് പറയുകയാണ്. വേദം അറിയുന്ന ആൾക്കാരാൽ പറഞ്ഞിട്ടുള്ള ആ മാർഗങ്ങളൊക്കെ വേണ്ട രീതിയിൽ ചെയ്യണം. ഏവം ചീർണേണ തപസാ മുനിർ ധമനി സന്തത മാം തപോമയമാരാധ്യ ഋഷിലോകാൽ ഉപൈതിമാം. ഇങ്ങനെ ആ വളരെ തപസ് സമ്പാദിച്ചതായിട്ടുള്ള ഈ തപസ് കൊണ്ട് എന്ത് ചെയ്യണം? ശരീരം മെല്ലെ മെല്ലെ തമിപ്പിച്ച് ധമനി സന്തതനായി ഞരമ്പുകൾ മാത്രമുള്ള ആ താപസൻ എന്ത് ചെയ്യണം? ആ ജ്ഞാനസ്വരൂപനായിട്ടുള്ള ആ ശരീരത്തിന് ഇതിൽ ആ ജ്ഞാനസ്വരൂപനായിട്ടുള്ള എന്നെ തന്നെ ആരാധിച്ചിട്ട് എന്ത് ചെയ്യണം? ഈ ശരീരം ത്യജിച്ചിട്ട് എല്ലാം മഹർലോകത്തിലേക്ക് എത്താം. അതായത് സ്വർലോകത്തിൻ്റെ മീതുള്ള ലോകമാണ് മഹർലോകം. അവിടെ ചെന്ന് മെല്ലെ മെല്ലെ പിന്നെ കാലം അവിടെ വസിച്ചിട്ട് ബ്രഹ്മാവിൻ്റെ രാത്രി വരണ സമയത്ത് ഭഗവാനിലേക്ക് പ്രവേശിക്കുകയും ചെയ്യാം. ഇനി അല്ലാന്നുണ്ടല്ലോ യസ്വേദൽ കൃച്ഛതൽ ചീർണം തപോ നിശ്രേയസം മഹൽ കാമായൽപീയസേയുഞ്ജൽ ബാലിശ കോപരസ്തത. ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കണം. ഇങ്ങനെ പ്രയാസപ്പെട്ട് വളരെ ബുദ്ധിമുട്ടി സമ്പാദിച്ചുള്ളതായിട്ടുള്ള ഈ മോക്ഷത്തെ ഉണ്ടല്ലോ, ഈ തപസ്സിനെ ഒരു നിസ്സാരമായിട്ടുള്ള കാമവിഷയങ്ങൾക്കായിട്ട് ഒരിക്കലും ഉപയോഗിക്കരുതെന്ന് പറയണം. അങ്ങനെ കാരണം അതിലും മീത മൂഢനായിട്ട് ആരുമില്ല അങ്ങനെ ചെയ്യുന്ന ആളെ പറ്റിയെന്ന് പറയാം. അതായത് വാനപ്രസ്ഥത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വരാൻ പാടില്ല, അങ്ങോട്ട് ഭഗവാൻ പാദത്തിലേക്ക് പോകാനുള്ള മാർഗത്തോടെ പോകണമെന്ന് ആണ് അതിൻ്റെ ഉദ്ദേശം. യഥാസൗ നിയമേ കൽപ്പോ ജരയാ ജാതവേ വധു ആത്മന്യഗ്നിം സമാരോപ്യ മച്ചിത്തോഗ്നിം സമാവിശേൻ. ഇങ്ങനെ ഈ വാനപ്രസ്ഥത്തിലെ തപസ്സിന് ആ തൻ്റെ ശരീരക്ലേശങ്ങളെ കൊണ്ട് പറ്റാത്തൊരവസ്ഥ വരികയാണ്. രോഗങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വന്നിട്ട് ജരയൊക്കെ വന്നിട്ട് അങ്ങനെ അവസ്ഥ വന്നാൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം? ജരയാജാതവേപതു ആത്മനി അഗ്നിൻ വേഗം എന്ത് ചെയ്യണം? ആഹ്വനിയാഗ്നികളെയൊക്കെ വേണ്ട രീതിയിൽ ഇതാക്കിയിട്ട് തൻ്റെ ആ മനസ്സ് വെച്ചുകൊണ്ട് ആ അഗ്നിയിലേക്ക് അങ്ങനെ പ്രവേശിക്കണം. അങ്ങനെ ചെയ്തിട്ട് ആത്മത്യാഗം ചെയ്യുക. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാമെന്ന് പറയുകയാണ് ഈ ശരീരയ്ക്ക്. യഥാ കർമ്മവിഭാഗേഷു ലോകേഷു മേ ആത്മസു വിരാഗോ ജായതേ സമ്യക് ന്യസ്താഗ്നി പ്രവ്രജേൽ തഥാ. ഇതൊക്കെ ഈ വാനപ്രസ്ഥത്തിന് ചെയ്യുന്ന തപസ് ചെയ്യുമ്പോഴും ആ വൈരാഗ്യം മുഴുവൻ വന്നില്ല, ശരീരബോധം തേര് വിട്ടില്ല, പ്രപഞ്ചത്തിലെ വിഷയങ്ങളിലുള്ള ആസക്തി വിട്ടില്ല, അങ്ങനെ ആൾക്കാരാണ്. പക്ഷേ എപ്പോൾ വൈരാഗ്യം വരണോ, അതായത് യഥാ കർമ്മവിഭാഗേഷു ലോകേഷു നിരയാത്മസു, അതായത് പ്രവൃത്തികൾ ചെയ്തതിൻ്റെ ഫലമായിട്ട് കിട്ടുന്ന ഈ ഇതിലെല്ലാം നരകതുല്യാണെന്ന് ബോധ്യമായിട്ട് എപ്പോൾ വൈരാഗ്യം വരണോ, വിരാഗോ ജായതേ നല്ല രീതിയിൽ സമ്യക് ന്യസ്ത
സാഗ്നി പ്രവ്രജയിൽ ആ സമയത്ത് പിന്നെ ഉണ്ടല്ലോ ഈ അഗ്നിഹോത്രങ്ങളൊക്കെ വേണ്ടാന്ന് വെച്ചിട്ട് എന്ത് ചെയ്യാം, ഉപേക്ഷിച്ചിട്ട് വേഗം പരിവ്രാജം ചെയ്യാൻ സന്യാസത്തിന് പുറപ്പെട്ടു പോകാമെന്നാണ് ഭഗവാൻ പറയുന്നത്. എപ്പോൾ വേണം, വൈരാഗ്യം പരിപൂർണമായി വേണം, എല്ലാം ത്യജിക്കാനുള്ള കഴിവുണ്ടാവണം. അപ്പോൾ മാത്രമേ സന്യാസത്തിന് പോകാൻ പാടൂ. ഇഷ്ട്വാ യഥോപദേശം മാം ദത്വാ സർവസ്വമൃത്വിയേ അഗ്നിൻ സ്വപ്രാണ ആവേശ്യ നിരപേക്ഷ പരിമ്രജേൽ. അങ്ങനെ പരിവ്രാജനം ചെയ്യാൻ ഉദ്ദേശം വന്നു എന്ത് ചെയ്യണം, ഒന്നിനോടും അപേക്ഷ ഇല്ലാണ്ടായിട്ട് എന്ത് ചെയ്യണം, ആ ഗുരുവിൻ്റെ ഉപദേശപ്രകാരം എന്നെ തന്നെ ആദ്യം യജ്ഞം കൊണ്ട് യജിക്കണം. എന്നിട്ടോ തൻ്റേതായിട്ടുള്ള സർവസ്വം മുതലിനെയും എല്ലാറ്റിനെയും ഋത്വികനായിട്ട് ദാനം ചെയ്ത് സമർപ്പിച്ചിട്ട് സ്വപ്രാണേ അഗ്നിൻ ആവേശിച്ച ആ അഗ്നിഹോത്രത്തിൽ അഗ്നികളൊക്കെ തൻ്റെ പ്രാണനിൽ തന്നെ ആവേശിച്ചുകൊണ്ട് എന്ത് ചെയ്യണം, പ്രപഞ്ചത്തിലുള്ള എല്ലാ ബന്ധവും വിട്ടിട്ട് സന്യസിച്ച് പോകണമെന്ന് പറയുകയാണ്. വിപ്രസ്യ വൈ സന്യസതോ ദേവാധാരാതിരൂപിണ വിഘ്നൻ കുർവന്ത്യം ഹ്യസ്മാനാക്രമ്യ സമയാൽപരം. അത്ര എളുപ്പമൊന്നല്ല സന്യസിച്ച് പോകാൻ പറയാണ്. കാരണം ഇങ്ങനെ സന്യസിച്ച് പോകാൻ ഒരുങ്ങി പുറപ്പെടുന്ന ധീരനായിട്ടുള്ള പുരുഷന്മാരെ ഉണ്ടല്ലോ എന്ത് ചെയ്യും, ധാരാതിരൂപിണ ദേവന്മാർക്ക് അപ്പോഴേക്കും കുറേശ്ശെ അസൂയ വരെ. കാരണം തങ്ങളുടെ ലോകങ്ങൾ അസ്മായ ആക്രമ്യ സമയാൽ പരം, തങ്ങളുടേതായിട്ടുള്ള പേരുകളെയും തൻ്റെ ലോകങ്ങളെയൊക്കെ അതിലെ മറികടന്നിട്ട് മോക്ഷത്തിന് പോയില്ലേ ഈ സന്യാസി എന്നുള്ള ഭാവത്തിൽ എന്ത് ചെയ്യും, അവർ പലതരത്തിലുള്ള വിഘ്നങ്ങൾ ഉണ്ടാവും ചേച്ചി പരിശ്രമിക്കുന്ന വഴിയാണ്. ദേവന്മാരെങ്ങനെ ധാരാതിരൂപിണ ഭാര്യ മക്കളെ സമ്പത്ത് എന്നൊക്കെ പറഞ്ഞ് പ്രലോഭിപ്പിച്ചുകൊണ്ട് മനസ്സിന് ധാരാളം പ്രലോഭനങ്ങളൊക്കെ ഉണ്ടാകും. അതൊക്കെ ദേവന്മാർ ചെയ്യുന്നതാണ് പറയുകയാണ്. വിപ്രിയാൽ ചെന്മുനുവാസ കൗബീനാച്ഛാദനം പരം ത്യക്തം നദണ്ഡപാത്രാഭ്യം അന്യൽ കിഞ്ചിതനാവതി. അതുകൊണ്ട് സന്യാസിക്കുണ്ടല്ലോ താനെടുത്ത ആ വസ്ത്രം ധരിക്കുകയാണെന്ന് എത്രയേ വേണ്ടൂ, ഒരു കൗബീനം അതിൻ്റെ ഇത് വേണമെച്ചാൽ ചെറിയൊരു വസ്ത്രം ആകില്ലേ അത്രമാത്രമേ വസ്ത്രമായിട്ട് പാടുന്ന് പറയുകയാണ്. പിന്നെ കയ്യിലോ പാത്രം വേണം, അതുമാതിരി ദണ്ഡം വേണം, ഇതല്ലാണ്ട് വേറെ ഒന്നും കയ്യിൽ പാടില്ല എന്ന് പറയുകയാണ്. അത്രയും പരിഗ്രഹത്തോടു കൂടിയിട്ടേ പോകാൻ പാടൂ. എന്നിട്ട് പോണ സമയത്തോ ദൃഷ്ടിഭൂതം പാദം വസ്ത്രഭൂതം പിബേൽ ജലം സത്യഭൂതം വദേവാചം മനഃഭൂതം സമാചരേൽ. കണ്ണ് പോകണം ആവശ്യമുണ്ടല്ലോ വളരെ ശ്രദ്ധിച്ച് വേണം നടക്കാൻ എന്ന് പറയണം. കാരണം തൻ്റെ കാലടി കൊണ്ട് ചെറിയ ചെറിയ അതിൽ എന്തെങ്കിലും കൃമികളോ അതിനും കൂടി ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ അവരെയൊന്നും ഉപദ്രവിക്കാത്ത വളരെ ശ്രദ്ധിച്ചു കൊണ്ട് വേണം നടക്കാൻ. പിന്നെയോ ജലം വസ്ത്രഭൂതം പിബേൽ വെള്ളം ഉണ്ടല്ലോ, വെള്ളം കുടിക്കുമ്പോൾ കൂടിയിട്ട് അരിച്ചട്ടേ കുടിക്കാൻ കൊടുക്കുക. അതിൽ വല്ല അണുക്കളുണ്ടെങ്കിൽ അതിനെ താൻ ഭാഗത്ത് ശരീരത്തിൽ വധിക്കാൻ ഇടവരുത്തുക എന്നുള്ള രീതിയിൽ. പിന്നെയോ സത്യഭൂതം വാചം വതയിൽ സത്യമായിട്ടുള്ള ശുദ്ധമായിട്ടുള്ള വാക്കുകളെ മാത്രമേ പറയാൻ പാടൂ. അതുകൊണ്ട് എന്താ വെച്ചാൽ അധികം സംസാരിക്കാതിരിക്കുക, അതാണ് നല്ലത്. പിന്നെയോ മനഃപൂതം സമാചരേൽ, അതുമാതിരി മനസ്സിന് ദോഷമില്ലാന്ന് തോന്നിയിട്ടുള്ളതിനെ മാത്രം ചെയ്യുക എന്ന് പറയുന്നത്. അതായത് മനസ്സാക്ഷിക്ക് അനുസരിച്ചുള്ള പ്രവൃത്തികൾ മാത്രമേ ചെയ്യാൻ പാടൂ. മൗനാനീഹാനിലായാമ ദണ്ഡാവാഗ്ദേഹചേതസം നഹേരേയസ്യ സന്ധ്യംഗ വേണുഭിർണവവേയരീ. മൗനാനീഹാനിലായാമ അതായത് മൗനം പാലിക്കുക, സംസാരിക്കാതിരിക്കുക. പിന്നെയോ ഇച്ഛാപൂർവ്വമുള്ള പ്രവൃത്തികളൊക്കെ വേണ്ടാതിരിക്കുക. പിന്നെയോ മനസ്സുകൊണ്ട് പ്രാണാദേഹത്തിനേക്കാൻ വേണ്ടി പ്രാണായാമം ചെയ്യുക. ഇങ്ങനെ ഇതൊക്കെയാണ് ദണ്ഡങ്ങൾ. യഥാർത്ഥത്തിലുള്ള ഈ ത്രിദണ്ഡി എന്ന് ഒരു സന്യാസിക്ക് പറയും. ഈ ദണ്ഡങ്ങൾ എന്തൊക്കെയാണ്, വാക്കിനെയും മനസ്സിനെയും അതുമാതിരി പ്രവൃത്തികളെയൊക്കെ ഒതുക്കുക എന്നുള്ളത്. അതാണ് ആ ത്രിദണ്ഡങ്ങളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് വേണു വരുന്ന ഒരു മുള കൊണ്ടുള്ള ഒരു ദണ്ഡ് കയ്യിൽ പിടിച്ചുകൊണ്ട് നടക്കുന്നതല്ല അതിൻ്റെ ഉദ്ദേശം എന്നാണ് ത്രിദണ്ഡി എന്നുള്ളതിനെ പറയണമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ദണ്ഡങ്ങളും എല്ലാവരെയും ഒതുക്കിക്കൊണ്ട് വേണം സന്യാസി സഞ്ചരിക്കാൻ. പിന്നെയോ ഭിക്ഷം ചതുർഷു വർണ്ണേഷു വിഗർഹ്യൻ വർജയം ചരിൽ സപ്താകാര സങ്ക്ലപ്തം തുഷ്യേൽ ലബ്ധേന താവത. 4 വർണ്ണങ്ങളിലുള്ള ആരിൽ നിന്ന് വേണച്ചാൽ സന്യാസിക്ക് ഭിക്ഷ സ്വീകരിക്കാം, വിരോധമൊന്നുമില്ല. പക്ഷെ എങ്ങനെയാണ് അതിൽ വിഗർഹ്യാൻ വർജയൻ, അതായത് അങ്ങനെ നിന്ദിക്കപ്പെടുന്നതായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ അവരെടുത്ത് ഒരിക്കലും ഭിക്ഷ സ്വീകരിക്കാൻ പാടില്ല. പിന്നെ 7 വീടുകളാണ് പരമാവധി പോകാൻ പാടും ഭിക്ഷ ലഭിക്കാൻ. അതും എന്നാ സങ്കല്പം മുൻകൂട്ടി തീരുമാനിച്ചല്ല, അങ്ങോട്ട് കയറിച്ചല്ല. അവിടുന്ന് എന്താ കിട്ടിയത് വെച്ചാൽ മേടിക്കുക. തുഷ്യയിൽ ലഭ്യേന താവത, അത് മാത്രം കൊണ്ട് ഈ 7 വീട്ടിൽ പരമാവധി കയറി ചെന്നിട്ട് അവിടുന്ന് എന്താണ് കിട്ടിയത് അതുകൊണ്ട് സന്തോഷിക്കുക.
ബഹിർജലാശയം ഗത്വാ തത്രോപസ്പൃശ്യ വാഗ്യതാം വിഭജ്യ പാവിതം ശേഷം വിഭജ്യ പാവിതം ശേഷം ഭുഞ്ചീരാശേഷമാഹൃതം. ഇങ്ങനെ ഈ കിട്ടിയ ഭിക്ഷ കൊണ്ട് എന്ത് ചെയ്യണം? ആ ഗ്രാമത്തിൽ നിന്ന് പുറത്തു പോയിട്ട് അവിടെ ഏതെങ്കിലും നല്ല ജലാശയത്തിൻ്റെ അടുത്ത് പോവുക, എന്നിട്ടോ കാലും കയ്യോ അത് മുഖമൊക്കെ കഴുകി ശുദ്ധി വരുത്തിയിട്ട് എന്ത് ചെയ്യണം? ആ ഭക്ഷണത്തിന് എന്ത് ചെയ്യണം? അഥവാ വല്ലവരും അവിടെ വന്നിട്ടുണ്ടെച്ചാൽ അവർക്കും കൊടുത്തതിന് ശേഷം ആ ബാക്കിയുള്ള ഭക്ഷണം ഉണ്ടല്ലോ, വിഭജ്യ പാവിതം ശേഷം ഭുഞ്ചീരാശേഷമാഹൃത. ഒന്നും ദൃശ്യവാഗ് ഒരു ആരോടൊന്നും സംസാരിക്കാണ്ട് ഭക്ഷണം കഴിക്കൊന്നും പറയാണ്ട് മൗനിയായിട്ട് അതിനെ ഭക്ഷിക്കാം. ഏകശ്ചരേൻ മഹീമേതം നിസ്സംഗ സംയരേന്ദ്രിയ ആത്മക്രീഡ ആത്മരഥ ആത്മാവൻ സമദർശന. ഇങ്ങനെ നിസ്സംഗനായിട്ട് ഒന്നിനോട് സംഘമില്ലാണ്ട് ഇന്ദ്രിയങ്ങളെ മുഴുവൻ അടക്കിക്കൊണ്ട് ആത്മാവിൽ തന്നെ ക്രീഡിച്ചുകൊണ്ടും ആത്മാവിൽ തന്നെ രമിച്ചുകൊണ്ടും ആ മനസ്സിനെ ആത്മാവിനെ സ്വാധീനപ്പെടുത്തിക്കൊണ്ട് എല്ലാറ്റിനെയും സമമായി കണ്ടുകൊണ്ട് ഒറ്റയ്ക്ക് ഏകനായിട്ട് ഈ ഭൂമിയിൽ അങ്ങനെ സഞ്ചരിക്കണം സന്യാസി എന്ന് പറയുകയാണ്. വിവിക്തക്ഷേമശരണോ മൽഭാവ വിമലാശയ ആത്മാനം ചിന്തയിലേകം അഭേദേന മയാമുനി. ഇങ്ങനെ വിവിക്ത ക്ഷേമശരണ, ഒരൊട്ടും പേടിയും ഇല്ലാത്ത, അതുമാതിരി ഏകാന്തമായിട്ടുള്ള വിവിക്തമായിട്ടുള്ള ആരില്ലാത്ത ഒരു വാസസ്ഥാനത്തിൽ പോയിട്ട് എന്ത് ചെയ്യണം? മൽഭാവ വിമലാശ, എപ്പോഴും ആ എന്നിൽ തന്നെ ധ്യാനിച്ചുകൊണ്ട് മാലിന്യങ്ങളെല്ലാം തീർന്നുള്ള മനസ്സോട് കൂടിയിട്ട് ആത്മാനം ചിന്തയേകം. ആ മനസ്സ് മുനി എന്ത് ചെയ്യണം? ഏകനായിരിക്കുന്ന ആത്മാവാണ് പ്രപഞ്ചത്തിൽ, ആത്മാവ് മാത്രമേ ഉള്ളൂ. ആ ഭാവത്തിൽ മയാ അഭേദേന ചിന്തയിൽ, അത് ഞാൻ തന്നെ, ആ ഭഗവാൻ മാത്രമേ പ്രപഞ്ചത്തിലുള്ളൂ, ആ ആത്മാവാണ്, അത് തന്നെയാണ് ഞാൻ എന്നുള്ള ഈ ഭഗവാനെയും ആത്മാവിനെയും ആ തന്നെയും എല്ലാം കൂടി ചേർത്തുകൊണ്ട് അങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കണം. ഇത് മൂന്നും ഒന്നാണെന്നുള്ള ഭാവത്തിൽ അന്വിച്ഛേദാത്മനോബന്ധം മോക്ഷം ച ജ്ഞാനനിഷ്ഠയാ ബന്ധ ഇന്ദ്രിയ വിക്ഷേപോ മോക്ഷ ഏഷാം ച സംയമമാ. അങ്ങനെ തത്വജ്ഞാനം ചെയ്തുകൊണ്ട് മനസ്സിലാക്കണം എന്താണ് ഈ ആത്മാവിൻ്റെ ബന്ധം, മോക്ഷം എന്നുള്ളത്. അതായത് എന്താണ് ആ ഇന്ദ്രിയ വിക്ഷേപ, ആത്മാവ് എപ്പോൾ ഇന്ദ്രിയങ്ങളോട് ചേർന്നിട്ട് ഇന്ദ്രിയങ്ങളുടെ ആ ചാഞ്ചല്യത്തിന് കൂടെ അങ്ങനെ രമിക്കണോ, അപ്പം അത് ബന്ധമായി തീരും. എന്നാലോ ഏഷാം ഇന്ദ്രിയങ്ങളെയൊക്കെ ഒതുക്കിയിട്ട് ആ ആത്മാവ് തന്നെ ഇരിക്കുകയാണെന്ന് വെച്ചാലോ അത് മോക്ഷമാണെന്ന് കാണാൻ കഴിയണം. തസ്മാൽ നിയമ്യ ഷഡ്വർഗം മൽഭാവേന ചരൻ മുനി വിരക്ത ക്ഷുല്ലകാമേഭ്യോ ലബ്ധ്വാത്മനി സുഖം മകൾ. അതുകൊണ്ട് ആ ഷഡ്വർഗം നിയമ്യ, 6 വർഗങ്ങൾ, അതായത് 5 ഇന്ദ്രിയങ്ങളെയും അതിലെ മനസ്സിനെയും ഇതിൽ 10 മനസ്സിനെ നിയമിയിട്ട് എന്ത് ചെയ്യണം? ക്ഷുല്ലകാമേഭ്യ വിരക്തത, തുച്ഛമായിട്ടുള്ള ആഗ്രഹി സംസാര വിഷയങ്ങളിൽ നിന്നൊക്കെ വിരക്തനായിട്ട് ആത്മാവിൽ തന്നെ ആ സുഖം ആണ് എന്ന് ഇതിൽ ഉറപ്പിച്ചുകൊണ്ട് ക്ഷുല്ല ലഭ്യ ആത്മനി സുഖം മഹൽ, ആത്മാവിൽ തന്നെയുള്ള ആ മഹത്തായുള്ള സുഖം ലഭിച്ചുകൊണ്ട് അങ്ങനെ ചരിക്കണം എന്ന് പറയുകയാണ് മുനിയായിട്ട്. വിരഗ്രാമം വ്രജൻ സാർത്ഥൻ ഭിക്ഷാർത്ഥം പ്രവിശംചരിൽ പുണ്യദേശൈല വനാശ്രമപതി മഹിം. അങ്ങനെ പോണ സമയങ്ങളിൽ ഇങ്ങനെ ഉണ്ടല്ലോ, ആ പുരങ്ങള്, ഗ്രാമങ്ങള്, വ്രജങ്ങള് അവിടെയൊക്കെ ഇതുണ്ടാവും. അങ്ങനെ കാട്ടിൻ്റെ അടുത്ത് കൂടെ പോകുമ്പോഴേ ചിലപ്പോൾ അടുത്ത കഥ എന്തിനാണ്? ഭിക്ഷാർത്ഥം പ്രവിശംചരിൽ. സാധാരണ രീതിയിൽ ഗ്രാമങ്ങളിലേക്കും പട്ടണങ്ങളിലേക്കൊന്നും വരാതിരിക്കുക, പരമാവധി കാട്ടുകൂടെ തന്നെയാണ് നടക്കുക. എന്നാലോ എന്തെങ്കിലും ഭിക്ഷ ലഭിക്കാനൊക്കെ ആയിട്ട് വേണമെച്ചാൽ ഗ്രാമത്തിലേക്കോ ഒക്കെ കുറേ ഇങ്ങനെ വരാം. എന്നിട്ടോ അത് കഴിഞ്ഞിട്ടോ പുണ്യങ്ങളായിട്ടുള്ള ദേശങ്ങൾ, തീർത്ഥങ്ങൾ, പർവ്വതങ്ങൾ, വനങ്ങൾ, അങ്ങനെയൊക്കെ ആശ്രമങ്ങൾ, അവിടെയൊക്കെ അങ്ങനെ ദർശിച്ചുകൊണ്ട് അങ്ങനെ സത്സംഗത്തിലുള്ള മാർഗം അന്വേഷിച്ചുകൊണ്ട് അങ്ങനെ പോകണം. വാനപ്രസ്ഥാശ്രമപദേഷ്വഭീക്ഷണം പ്രക്ഷ്യമാചരേൽ സംസിദ്ധ്യാശ്വസമ്മോഹ ശുദ്ധസത്വ ശിലാന്തസാ. ഇങ്ങനെ ഈ പറഞ്ഞില്ലേ, പുറത്ത് പോയിട്ട് ഗ്രാമങ്ങളിൽ പോയിട്ട് ഭിക്ഷ യാചിക്കാം, അതും അല്ലാതെ എന്നാലും പരമാവധി എന്തിനാ ശ്രമിക്കേണ്ടത്? വാനപ്രസ്ഥാശ്രമമായിട്ട് വനത്തിൽ കഴിയുന്ന ആൾക്കാരുണ്ടല്ലോ, അവരുടെ നിന്നുള്ള ഭിക്ഷ ഉണ്ടല്ലോ, അവരെങ്ങനെയാ വെച്ചാൽ ശിലോഞ്ചവൃത്തിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെന്ന് വെച്ചാൽ അവരെ നിന്ന് കിട്ടിയാലും മതി. അവരിൽ നിന്ന് കിട്ടുന്ന ആ ഭിക്ഷ ചെയ്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് അത് നല്ല ശുദ്ധ സത്വ ആഹാരം കൊണ്ടും ഈ സാത്വിക ഗുണം വർദ്ധിക്കുക. അപ്പം നല്ല ശുദ്ധ സത്വമായിട്ടുള്ള ആഹാരം കഴിക്കാൻ ഈ വാനപ്രസ്ഥാൾക്കാർ അതിലെ ആശ്രമികളുടെ കയ്യിൽ നിന്നൊക്കെയുള്ള ഭിക്ഷ സ്വീകരിക്കുക, അങ്ങനെയാണ് വേണ്ടത് എന്നാണ് പറയുന്നത്. അതാണ് കൂടുതൽ നല്ലത്. നെയ്തൽ വസ്തുതയാ പശ്യേൽ
ദൃശ്യമാനം വിനശ്യതി അസക്തചിത്തോ വിരമിൽ ഇഹാമുത്ര ചികീർഷിതൻ. ദൃശ്യമാനം ഏതൽ, അതായത് ഈ കാണപ്പെടുന്ന എന്തൊക്കെ ഉണ്ടോ അതൊന്നും വാസ്തവല്ല, പരമാർത്ഥമല്ല. അതായത് ന പശ്യയിൽ, പിന്നെ വിനശ്യതി നശിക്കുന്നതാകുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് അസക്ത ഇതിലൊന്നും ആസക്തി ഇല്ലാത്തവനായിട്ട് എന്ത് ചെയ്യണം? ഇഹാമുത്ര ചികിത്സ, ഈ ലോകത്തിലും പരലോകത്തിലുമുള്ള കാര്യസാധ്യത്തിനായുള്ള എല്ലാ പ്രവൃത്തികളിൽ നിന്നും സന്യാസി വിരമിക്കണം എന്ന് പറയാം. അതായത് ഫലത്യാഗം ചെയ്തിരിക്കണോ, ആഗ്രഹങ്ങളും ഇല്ലാണ്ടുള്ള പ്രവൃത്തികളാണ് ആ സന്യാസി ചെയ്യണത്. ഒന്നിനും ഫലത്തിലും ആഗ്രഹമില്ല. ഇങ്ങനെ ആ ശരീരത്തിന്റെ പ്രാരബ്ധം തീരാൻ വേണ്ടി മാത്രമാണ് അങ്ങനെ പോണത് ആത്മാരാമനായിട്ട്. ഏതേതത് ആത്മനിജകൻ മനോവാക് പ്രാണസംഹതം സർവം മയേതി തർക്കേണ സ്വസ്ഥത്യക്വാസ്മരേൽ. അങ്ങനെ മനസ്സ്, വാക്ക്, പ്രാണൻ ഇതൊക്കെ കൂടിയ ഈ ലോകം ഉണ്ടല്ലോ സർവവും ആത്മാവിൽ മായ നിമിത്തം ഉണ്ടായിട്ടുള്ളതാണ് എന്നുള്ള അനുമാനം പ്രമാണവും കൊണ്ട് നിശ്ചയിച്ചിട്ട് എന്ത് ചെയ്യണം? അതിനെയൊക്കെ ഉപേക്ഷിച്ചിട്ട് ആത്മാവിൽ തന്നെ ഇരിക്കുന്നതിനായിട്ട് ഈ ശരീരാദി പ്രപഞ്ചത്തിനെ ഒരിക്കലും സ്മരിക്കാണ്ട് അങ്ങനെ ആത്മാരാമനായിട്ട് അങ്ങനെ കഴിഞ്ഞുകൂടണം. ജ്ഞാനനിഷ്ഠോ വിരക്തോ വാ മദ്ഭക്തോ വാനപേക്ഷക സലിംഗാനാശ്രമം ത്യക്വാ ചരേൽ അവിധിഗോചരാ. ഇങ്ങനെ ഈ ജ്ഞാനം കൊണ്ട് ഉറപ്പിച്ചുള്ള സ്ഥിരനിഷ്ഠയായിട്ടുള്ള ആളോ അല്ലെങ്കിലോ വിഷയങ്ങൾ ഒരിക്കലും ആ വൈരാഗ്യം, പരിപൂർണ്ണ വൈരാഗ്യം എന്നുള്ളവനോ, അല്ലെങ്കിൽ എൻ്റെ ഭക്തനായിട്ടുള്ള ഒന്നിനെയും അപേക്ഷ ഇല്ലാണ്ട് കൊണ്ടിരിക്കുന്ന ആ സന്യാസി ആ ജ്ഞാനമാർഗം കൊണ്ടോ കർമ്മമാർഗം കൊണ്ടോ ഭക്തിമാർഗം കൊണ്ടോ ഏത് രീതിയിലാവാം സന്യാസത്തിൽ എത്തിയിട്ടുണ്ടാവുക. എങ്ങനെയും ആ സന്യാസി പിന്നെ ആ വിധി നിഷേധങ്ങൾ പ്രമാണങ്ങൾക്കൊക്കെ അതീതനായിട്ട് കീഴടങ്ങാത്തവനായിട്ട് പോയിട്ട് എന്ത് ചെയ്തു? സലിംഗാൻ ആശ്രമന്ത്യ ചരയിൽ. പിന്നെ ഈ ആശ്രമങ്ങൾ, ഒരു സന്യാസി എന്നുള്ള ഭാവം തന്നെ വേണ്ടാന്ന് വെക്കാന്ന് പറയാനോ, ലക്ഷണങ്ങൾ പുറത്തേക്കുള്ള ലക്ഷണങ്ങളൊന്നും ഇല്ലാണ്ട് ആശ്രമങ്ങളെയൊക്കെ ത്യജിച്ചതിനെല്ലാം അതീതനായിട്ട് അങ്ങനെ പോവാൻ കഴിയുമെന്ന് പറയുകയാണ്. അതാണ് ഈ സന്യാസത്തിൻ്റെയും ഇതല്ല, അതാണ് അവധൂതൻ അല്ലെങ്കിൽ അത്യാശ്രമി എന്നൊക്കെ പറയുന്ന ആ പദത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവർ ലൗകിക വിഷയങ്ങളും ബന്ധങ്ങളും ധർമ്മങ്ങളും ഒന്നും അവർക്കില്ല എന്ന് പറയുകയാണ് ഋഷഭദേവൻ. അതുമാതിരി ദത്താത്രേയ മഹർഷി അങ്ങനെയുള്ള അവധൂതന്മാരുടെയൊക്കെ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അതുമാതിരി ആയിത്തീരെ അവർ ബുധോ ബാലകവൽ ക്രീഡയിൽ കുശലോ ജഡവച്ചരിൽ അതേതുന്മത്തവൽ വിദ്വാൻ ഗോചര്യം നൈകമശ്ചരേൽ. നല്ല അറിവുള്ള ആളാണ്, ബുധനാണ്. എങ്കിലോ ഒരു കുട്ടിയെ മാരി ഇങ്ങനെ കളിച്ചുകൊണ്ട് യാതൊരു ഭാവമില്ലാണ്ട് അങ്ങനെ നടന്നുകൊണ്ടിരിക്കും. കുശലോ ജഡവച്ചരേൽ. ആ നല്ല കഴിവുള്ള ആളാണ്. ഇതിനൊക്കെ അത് അങ്ങനെ എന്താണ് സാമർഥ്യമുള്ള ആളാണെന്ന് വെച്ചാൽ ഒരു ജഡനെ പോലെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കും. വതേൽ ഉന്മത്തവൽ വിദ്വാൻ. നല്ല അറിവുള്ള ആളാണ്. ഒരു ഉമ്മത്തിനെ ഭ്രാന്തനെ പോലെ ഇങ്ങനെ പരിശ്രമിയായി നടന്നുകൊണ്ടിരിക്കും. ഗോചര്യം നൈകമശ്ചരേൽ. ആ പശുവിനെ പോലുള്ള പശു എന്താ ചെയ്യുക? എന്താ കിട്ടിയ കഴിക്കും, അതല്ലേ കഴിക്കുക. അവിടെയും പടിയും മലമൂത്ര വിസർജനം നടത്തും, തോന്നിയോർത്ത് കിടക്കും. അങ്ങനെ പശു ഇല്ലേ, അതുമാതി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന വഴിയാണ് ഈ അവധൂതൻ. വേദവാദരതോനസ്യാൽ ന പാകണ്ഡീ ന ഹൈതുക ശുഷ്കവാദ വിവാദേന കഞ്ചൽ പക്ഷം സമാശ്രയേൽ. വേണ്ടാത്ത വേദത്തിൻ്റെ വാദങ്ങളിലൊന്നും ഇതിൽ താല്പര്യമില്ലാണ്ട് വെറും പാകണ്ഡവാദത്തിൽ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും. ഇവരോടൊന്നും വാദപ്രതിവാദത്തിന് പോവാണ്ട് എന്ത് ചെയ്യണം? ഒരു തർക്കവിവാദങ്ങളൊന്നും ചെയ്യാണ്ട് ശുഷ്കവാദവിവാദേ കഞ്ചിൽ പക്ഷം ന സമാശ്രയേൽ. ഈ വിവാദങ്ങളിലൊന്നും ഒരു പക്ഷം എടുക്കാണ്ട് ഒന്നിലും ചേരാണ്ട് മിണ്ടാണ്ട് അങ്ങനെ നടക്കണം എന്ന് പറയുകയാണ്. നോദ്വിജേത ജനാൽ ധീരോ ജനം ചോദ്വിജയെന്നതു അതിവാദം തിരിക്ഷേത നവമന്യേത കഞ്ചന ദേഹമുദ്ദിശ്യ പശുവൽ വൈരം കുയ്യൽ നചേനചിൽ. ഇങ്ങനെ ആ ധീരനായിട്ടുള്ള ആ സന്യാസി അല്ലെങ്കിൽ എന്താണ് അവധൂതൻ എന്ത് ചെയ്യണം? ജനാൽ ന ഉദ്വിജേത. അതായത് ജനങ്ങളിൽ ഒരു ആരോടും വെറുപ്പ് അങ്ങോട്ട് ഉണ്ടാവരുത്. പിന്നെയോ ജനം ഉദ്വേജയിൽ. ജനത്തിന് അങ്ങോട്ട് വെറുപ്പില്ല, ജനങ്ങൾക്ക് ഇങ്ങോട്ടും വെറുപ്പുണ്ടാവാൻ പാടില്ല. അങ്ങനെ വെറുപ്പ് എന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല അവസ്ഥയാവണം. പിന്നെയോ അതിവാദൻ തിരിക്ഷേത. ആരെങ്കിലും തന്നെ അവമാനിക്കുകയെ ചീത്ത ഭർഷിച്ചുകൊണ്ട് എന്തെങ്കിലും പറയുക ഇതൊക്കെ ചെയ്യിച്ചാൽ അതൊക്കെ ക്ഷമിക്കുക. തിരിക്ഷേത കഞ്ചന ന അവമന്യേത. ആരെയും അങ്ങോട്ട് അവമാനിക്കരുത്. പശുവൽ
ദേഹം ഉദ്ദിശ്യ വൈരം കേനജിൽ നകുല്യാൽ. പക്ഷെ മൃഗങ്ങളില്ലേ, മൃഗങ്ങൾ തന്നെ ആക്രമിക്കാൻ വന്നു എന്തെങ്കിലും ഉപദ്രവിക്കാൻ വന്നു വെച്ചാൽ അങ്ങോട്ട് ചെന്ന് ഉപദ്രവിക്കില്ലേ, അതുമാതിരി ശരീരത്തിനെ ആരെങ്കിലും ഉപദ്രവിക്കാൻ വന്നാൽ തന്നെ ഒരു മൃഗത്തിനെ പോലെ വൈരം വെച്ചുകൊണ്ട് തിരിച്ചു ഉപദ്രവിക്കാനൊന്നും ഒന്നിനും പോരുതെന്ന് പറയുകയാണ്. കാരണം ഏക ഏവ ആത്മാ ഭൂതേഷു ആത്മന്യവസ്ഥിത ഇതെന്തുരുദപാത്രേഷു ഭൂതന്യേകാത്മകാനിജ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എല്ലാ ഭൂതങ്ങളിലും ആ പ്രത്യേകമായിട്ടിരിക്കുന്ന പ്രത്യേകാത്മാവ് വാസ്തവത്തിൽ ഒന്ന് തന്നെയാണ്, ആ പരമാത്മാവാണെന്നുള്ള ആ ബോധ്യം വന്നു കഴിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയുള്ള സമയത്ത് എന്താണ് അവസ്ഥ, അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ ഉദപാത്രേഷു ഇന്ദു യഥാ ഭൂതാനിജ ഏകാത്മകാനി. അതായത് എന്താണ്, ഒരു അനവധി പാത്രങ്ങളിൽ ഇങ്ങനെ വെച്ചുള്ള ജലത്തിൽ ചന്ദ്രന്റെ നിഴല് വീട്ടിൽ അനവധി ചന്ദ്രന്മാരായി കാണുന്നത് മാതിരി, എന്നാൽ ചന്ദ്രൻ ഒന്നല്ലേലൂ, അതുമാതിരി ഒന്നായിട്ടുള്ള ആ പരമാത്മാവാണ് ഈ പ്രത്യേകാത്മാവായിട്ട് ഓരോ വസ്തുക്കളിലും ഭൂതങ്ങളിലുള്ളത് എന്ന ആ ബോധ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ ആരോടാണ് പ്രത്യേക സ്നേഹം, ആരോടാ വൈരം, തൻ്റെ ശരീരത്തോ മറ്റ് വേറെ ശരീരം ഒന്നും ഭാവമില്ലല്ലോ. അതുകൊണ്ട് ആരോടും ദേഷ്യവും പാടില്ല, ആരോടും അമിതമായിട്ടുള്ള സ്നേഹവും ഇല്ലാത്ത അവസ്ഥയിൽ അങ്ങനെ എത്തണമെന്ന് പറയുകയാണ്. അലബ്ധ്വാ ന വിഷീദേത കാലേ കാലേ ശനം കൊച്ചിൽ ലബ്ധ്വാ ന ഹൃഷ്യേൽ ധൃതിമാൻ ലബ്ധ്വാ ന ഹൃഷ്യേൽ ധൃതിമാൻ ഉഭയം ദൈവതന്ത്രിതം. ഇങ്ങനെയുള്ള ഇതേ ഉറപ്പിച്ചുള്ള ധൃതി ബുദ്ധി ഉറച്ചിട്ടുള്ള ആൾ എന്ത് ചെയ്യണം, കാലന്തോറും ഭക്ഷണം തില്ലേ ചില സമയത്ത് കിട്ടിയില്ല എങ്കിൽ വിഷമിക്കില്ല, ലഭ്യം ധാരാളം കിട്ടിച്ചാൽ സന്തോഷിക്കില്ല. എന്ന കൃഷിയിൽ രണ്ടും ഈ പ്രാരബ്ധം കൊണ്ട് ദൈവതന്ത്രിതാണ് ശരീരത്തിന് ഉണ്ടെന്ന് വെച്ച് അതിനുള്ള പ്രാരബ്ധം കൊണ്ട് അതിന് ഭക്ഷണം വേണ്ട സമയത്ത് കിട്ടിക്കൊണ്ട്, അതാണ് ആചകരവൃത്തി എന്ന് പറയുക. ആ രീതിയിലായിരിക്കണം ഭക്ഷണത്തിന് വേണ്ടി പരിശ്രമിക്കാണ്ട് ആഹാരാർത്ഥം സമീഹേത യുക്തം തൽ പ്രാണധാരണം തത്വം വിമൃശ്യതേ തേന തദ്വിജ്ഞായ വിമുച്യതേ. ഈ ശരീരം എന്തിനു വേണ്ടിയിട്ടാണ് സൂക്ഷിക്കണത്? ഭക്ഷണപദാർത്ഥം അല്ലെങ്കിൽ ഭക്ഷണപദാർത്ഥം എന്തിനു വേണ്ടിയിട്ടാണ്? ശരീരത്തിനെ കുറച്ച് പോഷിപ്പിക്കണം. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ശരീരം തൽക്കാലം ആവശ്യമുണ്ട്. എന്തിനാണ്? യുക്തം തൽപ്രാണധാരണം തത്വം വിമൃശ്യതേ തേന തദ്വിജ്ഞായ വിമുച്യത. ഈ ശരീരത്തിൻ്റെ ആവശ്യം എന്താ? ശരീരം കൊണ്ട് നമ്മളുടെ ബുദ്ധി ഉപയോഗിച്ചിട്ട് തത്വവിമർശനം നടത്തിയിട്ട് തന്നെ ആത്മാവാണെന്നുള്ള ആ ബോധം വരാൻ വരുന്നവണ്ണം നമുക്ക് ശരീരം ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഈ പ്രാണധാരണത്തിന് വേണ്ടി അത്യാവശ്യം ആഹാരം കഴിക്കണം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ ആഹാരത്തിലുള്ള ആഗ്രഹമില്ല, കാരണം പിന്നെ ശരീരം വീണ് പോയാലും നമുക്ക് വിരോധമില്ല, നമ്മൾ ആ വിജ്ഞനായി കഴിഞ്ഞു എന്ന് പറയുകയാണ്. അങ്ങനെ അതില്ലേ യദൃച്ഛയോപപന്നാന്നം അദ്യാൽ ശ്രേഷ്ഠം ഉദാപരം തഥാവാസസ്തദാശയ്യം പ്രാപ്തം ഭജേന്മുനി. അതുകൊണ്ട് അവനവൻ്റെ പ്രാരബ്ധത്തെ അനുസരിച്ചിട്ട് ശ്രേഷ്ഠമായിട്ടുള്ളതോ അല്ല അപരം ഉത്കൃഷ്ട നീചമായിട്ടുള്ളതോ ആയിട്ടുള്ള എന്ത് കിട്ടിയാലും ആ അന്നത്തെ ഭക്ഷിക്കണം. അദ്യാൽ എന്നിട്ടോ അപ്രകാരം വാസ ശയ്യാം പ്രാപ്ത. അതുമാതിരി തന്നെ വസ്ത്രവും അതുമാതിരി കിടക്കണ സ്ഥലവും ഒക്കെ എന്താണ് യഥാവിൽ കിട്ടിയത് വെച്ചാൽ അതുകൊണ്ട് സ്വീകരിക്കണം എന്ന് പറയണം. ശൗചം ആചമനം സ്നാനം നതു ചോദനയാചരേ അന്യം ച നിയമജ്ഞാനി യഥാഹം ലീലയേശ്വര. പിന്നെ ആ ജീവൻ പ്രവർത്തിക്കുന്ന ആ ശരീരം പ്രവർത്തിക്കുന്ന എല്ലാം ഉണ്ടല്ലോ, ഒരു ഭഗവാൻ എങ്ങനെ ലീല കൊണ്ട് ഇതൊക്കെ ചെയ്യണു അതുമാതിരിയാണ്. അതിലൊരു പ്രത്യേക ഒരു ശ്രദ്ധ കൊണ്ടൊന്നല്ല. അതായത് കുളിച്ചു എന്ന് വരാം, ശൗചം അങ്ങനത്തെ വ്രതങ്ങളും അതില്ലേ ഒക്കെ ചെയ്തു വരാം. അതൊന്നും വേണമെന്ന് വെച്ചുകൊണ്ടല്ല, മറ്റുള്ളവർക്ക് പാഠമായിക്കോട്ടെ ചെയ്യണം. തനിക്ക് അന്യാംശ നിയമങ്ങളും ഒക്കെ ചെയ്തു എന്ന് വരാം. അതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? അതിൻ്റെ ഒന്നും ആ സന്യാസിക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എങ്കിൽ കൂടി മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഇവിടുന്നൊക്കെ ചെയ്തു എന്ന് പറയുക. ഞാൻ എങ്ങനെ ഈ അവതാരം നടത്തി ലീലകൾ ചെയ്യുന്നു, ഇതിലൊന്നും ബന്ധമില്ലെങ്കിൽ കൂടിയിട്ട് അതുമാതിരി ആയി തീരും ആ അത്യാശ്രമി എന്ന് പറയുകയാണ്. നഹിതസ്യ വികൽപാഖ്യ യാച മദ്വീക്ഷയാഹര ആദേഹാന്താൽക്കൊലിഖ്യാതി തത സമ്പദ്യതേ മയാ. അങ്ങനെ ആ സന്യാസിക്ക് ഭേദബുദ്ധി എന്നുള്ളത് ഇല്ല. മദ്വീക്ഷയാഹത. കാരണം എന്നെ തന്നെ എല്ലാവരിലും കണ്ടതുകൊണ്ട് ആ ഭേദബുദ്ധി എന്നെല്ലാം നശിച്ചിരിക്കുന്നു പറയുകയാണ്. എന്നാലോ ചിലയിടത്തിൽ എന്തെങ്കിലും കുറേശ്ശെ കാണുന്നുണ്ട് ഭേദബുദ്ധി, ചെറിയ അഹംബോധം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ അത് എങ്ങനെയാ വെച്ചാൽ അത് ദേഹനാശം വരെ മാത്രമേ ഉണ്ടാവൂ. അത് കഴിഞ്ഞാൽ അത് എന്നോട് തന്നെ ചെയ്യും. ചെറിയ സമയത്ത് കുറച്ച് നേരം ഒരു അഹങ്കാരം എന്തെങ്കിലും താൻ ശരീരമാണെന്നുള്ള ഭാവം ഉണ്ടെങ്കിൽ അത് ഭഗവാന്റെ ദാസനാണെന്നോ ഭഗവാന്റെ ഭക്തനാണെന്നോ അങ്ങനെയുള്ള ചെറുതായിട്ടുള്ള ഒരു അഹങ്കാരം മാത്രമേ ഉണ്ടാവൂ. അതും എല്ലാം കഴിഞ്ഞാൽ അത് എന്നെ തന്നെ വന്ന് ചേരി
വരികയും ചെയ്യുന്നു പറയാണ്. ദുഃഖോദർക്കേഷു കാമേഷു ജാത നിർവേദ ആത്മവാൻ അജിജ്ഞാസിതമദ്ധർമ്മോ ഗുരും മുനിമുവാം വ്രജേൽ. ഇങ്ങനെ അവധൂതൻ്റെ അല്ലെങ്കിൽ പാരമഹംസചര്യയിലുള്ള ഒരു ഇതിൻ്റെ സന്യാസര കഥ, യോഗിയുടെ കഥ പറഞ്ഞു. ഇനി എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വൈരാഗ്യമൊക്കെ വന്നിട്ടുണ്ടെന്നാലോ ജാത ദുഃഖോദർക്കേഷു കാമേഷു ജാത നിർവേദ ആത്മവാൻ അജിജ്ഞാസിതമദ്ധർമ്മോ. അങ്ങനെയാണ് വെച്ച് കഴിഞ്ഞാലോ എന്താണ് ഭഗവാനെ ഇങ്ങനെ പ്രാപിക്കണം എന്നുള്ള അതിനെ അറിഞ്ഞിട്ടില്ല. എന്നുള്ള വൈരാഗ്യം, പ്രപഞ്ചത്തോട് വൈരാഗ്യം വന്നു കഴിഞ്ഞു. എന്നാൽ എങ്ങനെ ഭഗവാനെ പ്രാപിക്കണമെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ആ ത്യാഗത്തിന് ഒരുങ്ങിയുള്ള സന്യാസിമാരുണ്ട്. അവരെന്താ ചെയ്യണം? ഗുരും മുനി മുവാം വ്രജേൽ. എന്ത് ചെയ്യണം? അങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല ശാന്തനായിട്ടുള്ള ഒരു ഗുരുവിനെ ചെന്ന് കാണണം എന്ന് പറയാണ്. താവൽ പരിചരേൽ ഭക്ത ശ്രദ്ധാവാൻ അനസൂയക യാവൽ ബ്രഹ്മവിജാനീയൽ മാമേവ ഗുരുമാതൃത. വിജാനീയാൽ മാം ഏവ ഗുരും ആദൃത. അങ്ങനെ എന്ത് ചെയ്യണം? ആ ഗുരുവിനെ ചെന്നിട്ട് ശ്രദ്ധയോടുകൂടിയിട്ട്, പ്രേമത്തോടുകൂടി, വിശ്വാസത്തോടു കൂടിയിട്ട്, ആരോടും അസൂയയില്ലാത്തവനായിട്ട് ആ ഗുരുവിനെ മാമേവ ഞാനായി തന്നെ കണ്ടുകൊണ്ട് അദ്ദേഹത്തിനെ ആദരിച്ചുകൊണ്ട് എന്ത് ചെയ്യണം? ആ ബ്രഹ്മം യാവൽ വിജാനീയ, ബ്രഹ്മതത്വം എന്നുള്ളത് അറിയുമോ അതുവരെ പരിചര്യയിൽ ആ ഗുരുവിനെ ശുശ്രൂഷിക്കണം എന്ന് പറയുകയാണ്. യസ്ത്വസംയത ഷഡ്വർഗ പ്രചണ്ഡേന്ദ്രിയസാരഥി ജ്ഞാനവൈരാഗ്യരഹിത ത്രിദണ്ഡമുപജീവതി. അസംയത ഷഡ്വർഗ അതായത് പഞ്ചേന്ദ്രിയങ്ങളെയും മനസ്സിനെയും സ്വാധീനപ്പെടുത്താണ്ട്, പിന്നെ പ്രചണ്ഡ ഇന്ദ്രിയ സാരഥി അത്യാസക്തിയുള്ള ആ ഇന്ദ്രിയങ്ങളുടെ ഇതിൽ മുഴുകിക്കൊണ്ടിരിക്കുന്നതാണ് ബുദ്ധിയാവുന്ന സാരഥി. ജ്ഞാനവും ഇല്ല, വൈരാഗ്യവും ഇല്ല. അങ്ങനെയുള്ള ആ ഒരുത്തൻ ത്രിദണ്ഡം സന്യാസത്തെ സ്വീകരിച്ചു എന്ന് വെച്ചാൽ അത് വെറും ഉപജീവനത്തിലുള്ള മാർഗമായിട്ടാണ് സ്വീകരിക്കുന്നത് എന്ന് പറയുകയാണ്. സുരാന ആത്മാനമാത്മസ്ഥം നിഘ്നുദേ മാം ച ധർമ്മഃ അവിപക്വകഷായോസ്മാൽ അമുഷ്മാശ്ച വിഹീയതേ. ഇപ്പം നേരത്തെ പറഞ്ഞ ശ്ലോകത്തിലുള്ള ഈ തരത്തിലുള്ള കപട സന്യാസിമാരുണ്ടല്ലോ, അതായത് വൈരാഗ്യവും ഒന്നും വരാണ്ട് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാത്ത ബുദ്ധിയോട് കൂടിയിട്ട് ആ ഇതിൽ ഒരുത്തന്നെ ഈ ദണ്ഡം സന്യാസിയാണെന്നുള്ള ഭാവത്തിൽ ത്രിദണ്ഡത്തിനെ സ്വീകരിച്ചിട്ടുണ്ടല്ലോ, അവനെന്ത് ചെയ്യണം? അവനെന്ത് ചെയ്യും? ദേവന്മാരെയും ആത്മാവിനെയും ആത്മാവിലിരിക്കുന്ന എന്നെയും എല്ലാം നശിപ്പിക്കുന്നതായിട്ടുള്ള യഥാർത്ഥത്തിൽ ചെയ്യുന്ന നിഘ്നുതയെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത് പറയുകയാണ്. കാരണം അവിപക്വകഷായ പാകം വരാത്ത ആഗ്രഹങ്ങൾക്ക് ഇതില്ലേ പൂർത്തി വന്നില്ല, അങ്ങനത്തെ അവൻ എന്ത് ചെയ്യും? അസ്മാൽ അമുഷ്മാൽ വിഹീയതേ. അങ്ങനെയുള്ള ഈ കപട സന്യാസിമാർ ഈ ലോകത്തിൽ നിന്നും അതുമാതിരി വരും പുറം അതിൽ പരലോകത്തിൽ നിന്നും അവർക്ക് തള്ളപ്പെടുന്ന പറയുകയാണ്. ഭിക്ഷോധർമ്മ ശമോഹിംസ തപ ഈക്ഷാവനൗകസ ഗൃഹിണോ ഭൂതരക്ഷേദ്യാൽ വിജസ്യാജാല്യസേവനം. ഈ ഇതിങ്ങനെ അത് പറഞ്ഞു സന്യാസിയുടെ ഭാവം പറഞ്ഞു കഴിഞ്ഞാൽ പ്രായണ പൊതുവെയുള്ള ചില തത്വങ്ങൾ പറയുകയാണ്. സന്യാസിയുടെ മുഖ്യധർമ്മം എന്താണ്? മനസ്സിനെ അടക്കുക എന്നുള്ളതാണ്. അഹിംസ, ആരെയും ഉപദ്രവിക്കാതിരിക്കുക എന്നുള്ളതാണ്. വാനപ്രസ്ഥന് തപസ്സും അതുമാതിരി പരമാർത്ഥ തത്വവിചാരവും ഈക്ഷ. പിന്നെ ഗൃഹസ്ഥാശ്രമിക്ക് ഭൂതരക്ഷ, മറ്റുള്ള ആശ്രമങ്ങളിലുള്ളവരെയും അതുമാതിരി ഭൂതങ്ങളെയൊക്കെ രക്ഷിക്കുക, യാഗങ്ങൾ ചെയ്യുക. പിന്നെയോ ഇജ്യ യാഗം. ദ്വിജസ്യ ഉപനയനം കഴിച്ച ബ്രഹ്മചാരിക്ക് ഗുരുസേവ. ഇതൊക്കെയാണ് പൊതുവെ ആശ്രമങ്ങളുടെ ചെയ്യേണ്ട പ്രവൃത്തികൾ. ബ്രഹ്മചര്യം തപശൗചം സന്തോഷോ ഭൂതസൗഹൃദം ഗൃഹസ്ഥസ്യപ്യൃതൗ ഗന്തും സർവേഷം മധുവാസനം. നല്ല തപസ്, ശൗചം, അതായത് അകത്തും പുറത്തുള്ള ശുദ്ധി, എന്താ കിട്ടിയതിലുള്ള സന്തോഷം, പ്രാണികളിലൊക്കെ സ്നേഹം, പിന്നെയോ മറ്റേ അതിൽ ബ്രഹ്മചര്യം വേണം എല്ലാവർക്കും. പക്ഷേ ഗൃഹസ്ഥാശ്രമിക്ക് മാത്രം ഋതുകാലത്തിൽ ഭാര്യാസ്വീകാരം, അത് ഗൃഹസ്ഥന്. ബാക്കി എല്ലാ സമയത്തൊക്കെ ബ്രഹ്മചര്യം. ഇങ്ങനെയുള്ള ഈ എല്ലാ ആശ്രമത്തിലുള്ളവർക്കും വേണ്ട ധർമ്മങ്ങളാണ് പറയുകയാണ്. പിന്നെയോ മധുവാസനം, ഒപ്പം തന്നെ എന്നെയും ഉപാസിക്കുക എന്നുള്ളതും. ഇരിമാം സ്വധർമ്മേണ നിത്യമനന്യഭാഗ് സർവഭൂതേഷു മൽഭാവോ മൽഭക്തിം വിന്ദതേ ചിരാൽ. ദൃഢ എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ട് ഉണ്ടാവും. ഇതിൽ വിന്ദത്തെ ഏച്ചിലായി പറഞ്ഞാൽ അധികം വൈകാണ്ട് എന്നാണ് ഇത്. അങ്ങനെ ഏതായാലും ഇപ്രകാരം ഈ ആശ്രമധർമ്മങ്ങളൊക്കെ വേണ്ട രീതിയിൽ സ്വധർമ്മേണ ഭജിച്ചുകൊണ്ട് അനന്യഭാഗ്, അതായത് വേറെ
എല്ലാ ഭൂതങ്ങളിലും എന്നെ തന്നെ കണ്ടുകൊണ്ട് അങ്ങനെ ഇരിക്കത്തില്ലേ, അന്യഫലത്തെ ഒന്നും കാക്ഷിക്കാണ്ട് എങ്ങനെ സർവഭൂതേഷു മാം ഭജേ, എല്ലാ ഭൂതങ്ങളിലും എന്നെ തന്നെ ഭജിച്ചുകൊണ്ടിരിക്കണം, വേറെ ഫലകാംക്ഷ ഇല്ലാണ്ട്. അങ്ങനെയുള്ള അധികം മൽഭക്തിം വിന്ദതേ അധികം വൈകാണ്ട് എന്നിൽ പരമമായ ഭക്തൻ ആയിത്തീരും. ഭക്തിയോദ്ധവാനവായിന്യ സർവലോകമഹേശ്വരം സർവോൽപത്യപ്യയം ബ്രഹ്മ കാരണം മോപയാതിസ. അങ്ങനെ ഉദ്ധവ, ഇങ്ങനെ ഈ ഒരിക്കലും അനവായിനിയായിട്ടുള്ള, അതായത് വിട്ടുപോകാത്തതായിട്ടുള്ള ഈ ഭക്തി ഉണ്ടല്ലോ, അതുകൊണ്ട് സർവോൽപത്യപ്യയം കാരണം, ഈ പ്രപഞ്ചത്തിൻ്റെ എല്ലാ സ്ഥിതി സംഹാരത്തിന് മൂല കാരണമായിട്ടുള്ള, അതിനെല്ലാം സ്ഥാനമായിട്ടുള്ള, ആ സർവ്വലോകത്തിൻ്റെയും നാഥനായിട്ടുള്ള പരബ്രഹ്മമായിട്ടുള്ള എന്നെ അവൻ അധികം വൈകാണ്ട് പ്രാപിക്കുകയും ചെയ്യുന്നവരെയാണ്. ഈ ഭക്തി കൊണ്ട്, ഈ സ്വധർമ്മം ആചരിച്ച് ഉണ്ടാവുന്ന, നിഷ്ഠയോടുകൂടി ആചരിച്ചുണ്ടാവുന്ന ഭക്തി കൊണ്ട് എന്നെ തന്നെ പ്രാപിക്കാൻ കഴിയും. ഇതി സ്വധർമ്മ നിർണിക്ത സത്വോ നിർജ്ഞാതമൽഗതി ജ്ഞാനവിജ്ഞാന സമ്പന്നോ നചിരാൽ സമുപൈരിമം. ഇപ്രകാരം തൻ്റെ ആ സ്വധർമ്മം കൊണ്ട് ശുദ്ധമായിട്ടുള്ള അന്ധകരണനായിട്ട് ആ നിർജ്ഞാതമൽഗതി, എൻ്റെ തത്വത്തെ നന്നായിട്ട് അറിഞ്ഞവനായിട്ട് ആ ജ്ഞാനം, അതുമാതിരി വിജ്ഞാനവും അതായത് ആ ജ്ഞാനം ഉണ്ടായി, അത് കഴിഞ്ഞ് അതിന് അനുഭവ ജ്ഞാനവും സാക്ഷാത്കാരം ഉണ്ടായിട്ട് അധികം വൈകാണ്ട് എന്ത് ചെയ്യും, എന്നെ പ്രാപിക്കും. വർണ്ണാശ്രമപദം ധർമ്മ ഏഷ ആചാരലക്ഷണ സേവമൽ ഭക്തിയുതോ നിശ്രേയസകരപരാ. ഇങ്ങനെ വർണ്ണങ്ങളുടെയും ആശ്രമങ്ങളിലും ഉള്ളവരുടെ ആചാരങ്ങളും അതിൻ്റെ ലക്ഷണങ്ങളും ധർമ്മമൊക്കെ ഈ ഞാൻ ദൂരെ പറഞ്ഞു എന്നുള്ളതായിരുന്നു. ഇതെല്ലാം വേണ്ട രീതിയിൽ എങ്ങനെ ഭക്തിയുത, എന്നിൽ ഭക്തിയോട് കൂടിയിട്ട് പരിശ്രമിക്കുകയാണെന്ന് വെച്ചാൽ പരമമായിട്ടുള്ള പുരുഷാർത്ഥത്തെ ഉണ്ടാക്കി തീർക്കാൻ ഉപകരിക്കുന്നതൊക്കെ എന്ന് പറയുകയാണ്. ഏതത്തെ വിഹിതം സാധോ ഭവൻ പൃച്ഛതി യച്ചമം യഥാ സ്വധർമ്മ സംയുക്തോ ഭക്തോമം സമയൽപരം. അങ്ങ് എന്നോട് അതല്ലേ ചോദിച്ചത്, എങ്ങനെ ഈ ആചാരങ്ങൾ അതിൽ വർണ്ണാശ്രമങ്ങൾക്കനുസരിച്ചുള്ള സ്വധർമ്മം കൊണ്ട് എങ്ങനെ എന്നെ പ്രാപിക്കാൻ കഴിയുന്നല്ലേ പറഞ്ഞ്. അതിപ്പോൾ ഞാൻ അങ്ങേക്ക് പറഞ്ഞു തന്നു. അങ്ങയുടെ ചോദ്യത്തിന് ഉത്തരമായിട്ട് അങ്ങേക്ക് പറഞ്ഞു തരുമെന്ന് പറയുകയാണ്. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ ഏകാദശസ്കന്ധേ അഷ്ടാദശോധ്യായ. സർവത്ര ഗോവിന്ദനാം സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഹരി.